1-2 കൊല്ലം മുമ്പ് ഞാൻ രാമനാട്ടര പള്ളിയിലില്ല, റമദാനിൽ ഒന്ന് വിദേശത്തോളം പോയി. എപ്പോഴും എല്ലാവരും എത്തിപ്പെടുന്ന സ്ഥലത്ത് മർക്കസിൻ്റെ ആവശ്യത്തിന് ഒക്കെ സുഖമായിട്ട് നടക്കും. ചില മൂലകളൊന്നും ആരും എത്താത്ത ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വന്നാൽ എന്ന് പറഞ്ഞ് അങ്ങനെ ക്ഷണിച്ചപ്പോൾ പോയി കുറേ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി. അങ്ങനെ ഒരു 2 ആഴ്ച കാലം ഞാൻ ചെലവഴിച്ച ഒരിടം, ഞാൻ പിന്നെ അതൊക്കെ അങ്ങോട്ട് മറന്നുപോയി. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടുന്ന് ഒരാൾ എന്നെങ്ങനെ വിളിക്കണ്. അയാൾ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ നമ്മളൊക്കെ മറന്നുപോയോ? ഇന്ന സ്ഥലത്ത് പേരൊക്കെ പറഞ്ഞ് പ്രവർത്തകൻ എന്നെ ഓർമ്മിപ്പിച്ചു, വിളിച്ചു. എനിക്ക് സന്തോഷമായി. ഞാൻ അയാളെ തിരിച്ചറിഞ്ഞു. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വിവരം, നമ്മൾ 2 ആഴ്ച കഴിഞ്ഞുകൂടിയ ആ മൂലയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ആ പള്ളി അവിടെ തന്നെ നിങ്ങൾ പോലെ ആ ഖത്തീബ് നിങ്ങൾക്കിഷ്ടമുള്ള കഥാപാത്രം നിങ്ങൾ അയാൾക്ക് ഒരു സ്പെഷ്യൽ പേരൊക്കെ വിളിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. വെറുപ്പില്ലാത്ത പേരാണ്. അവിടെ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ അയാളിങ്ങനെ തുടങ്ങുകയാണ്. അയാൾ പറഞ്ഞു, ആ പള്ളിയിൽ ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച, ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് എന്നെ വിളിച്ചത്. അന്ന് പറയാൻ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു വിവരമുണ്ടായി, അത് പറയാൻ വേണ്ടി വിളിച്ചതാണ്. അയാൾ എന്നോട് പറഞ്ഞു, ഖത്തീബ് മിമ്പറിൽ ഖുതുബ നിർവഹിക്കുന്നു. ആ ഖത്തീബ് മിമ്പറിൽ ഖുതുബ നിർവഹിക്കുമ്പോൾ സദസ്സിൻ്റെ മുൻനിരയിൽ ഒരു ചെറുപ്പക്കാരൻ അലമുറയിട്ട് കരയുന്നു, താട്ടിപ്പെടക്കുന്നു. ഖതീബ് അയാളോട് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് എണീച്ച് എൻ്റെ റൂമിൽ പോയിരുന്നോളി, നിസ്കരിക്കാൻ അങ്ങോട്ട് വന്നാൽ മതി. പള്ളിൻ്റെ ഹാളിൽ നിന്ന് ഖതീബിൻ്റെ മുറിയിലേക്ക് നിലവിളിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ പോകുന്നു. പിന്നെ ഖതീബ് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ, നിങ്ങൾക്കറിയാവുന്ന ഈ ചെറുപ്പക്കാരൻ കരയാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയില്ല, ഞാനത് പറയാണ്. അയാളോട് സമ്മതം ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, കേട്ടോളി. ആ ഖതീബ് പ്രസംഗപ്പുറത്ത് പറഞ്ഞു, ഖുതുബയിൽ പറഞ്ഞു, നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഏർപ്പാട് പണം കൂടിയപ്പോൾ വന്നുപെട്ട തമ്മാടിത്തം. ഇതെവിടെ ആ സ്ഥലം? ദമ്മാമിൻ്റെ ഏരിയ, സൗദിയുടെ ബോർഡറാണ്. 10 മിനിറ്റ് വണ്ടി ഓടിച്ചാൽ, അരമണിക്കൂർ വണ്ടി ഓടിച്ചാൽ നേരെ ബഹ്റൈനിലേക്ക് എത്തിപ്പെടാവുന്ന സ്ഥലം. ആ ഖതീബ് പറയാണ്, വെള്ളിയാഴ്ച ലീവ്, ശനിയാഴ്ചയും ലീവ്, ഞായറാഴ്ച ഏതായാലും ലീവ്. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളുടെയും പരിപാടി വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ട് വണ്ടി എടുത്തങ്ങോട്ട് വിടുകയാണ്. കീശ നിറയെ ക്യാഷ്, വണ്ടിയിൽ ആവശ്യത്തിന് കള്ള്, നേരെ അങ്ങ് വടിച്ചു വിടുകയാണ് ബഹ്റൈനിലേക്ക്. സൗദിയുടെ നിയമങ്ങളൊന്നും ബാധകമല്ലാത്തൊരേരിയ. അടിച്ചു പൊളിച്ചിട്ട് പോരാം, ആഘോഷിച്ച് അഴിഞ്ഞാടി ആർമാദിച്ച് തിരിച്ചു പോരാം. തിങ്കളാഴ്ച രാവിലെ അല്ലെങ്കിൽ ഞായറാഴ്ച വൈകിട്ട്. കൈവശം പൈസ ഉണ്ടായാൽ മതി, എണ്ണയടിക്കാൻ പണമുണ്ടായാൽ മതി. കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് ഇങ്ങനെ പലർക്കും ഉണ്ടല്ലോ പരിപാടി. സൗദിയിൽ പലതിനും പരിമിതികളുണ്ട്. ആ പരിമിതികളൊന്നും ബാധകമല്ല. കടലാസും രേഖയും പരിശോധനയൊന്നും കൂടുതലില്ല. നേരെ ബഹ്റൈനിലേക്കാണ്ട് പോവുക. അങ്ങനെ ഇറങ്ങിത്തിരിച്ച 4 ചെറുപ്പക്കാർ. ആ 4 ചെറുപ്പക്കാർ സ്റ്റീരിയോ നല്ല ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ചിട്ട് അതിവേഗം വാഹനത്തിൽ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അക്കൂട്ടത്തിൽപ്പെട്ട ഒരുത്തൻ ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിയത് വേറെ ആരുമല്ല, ഇവൻ, ഈ സഹോദരൻ, ഈ കരയുന്ന നമ്മുടെ നാട്ടുകാരൻ. ആ മനുഷ്യൻ വെറുതെ കണ്ണിങ്ങനെ ആളിപ്പോയതാണ്. ആ കണ്ണ് അടഞ്ഞുപോയയിടത്ത് അയാൾ കാണുന്നു താൻ വണ്ടിയിൽ പോവുകയാണെന്ന്, തന്നോടൊപ്പം ചില സുഹൃത്തുക്കളുണ്ട് എന്ന്. ഹഖീഖത്തിലുള്ള അത് തന്നെയാണ് സ്വപ്നത്തിലും കാണുന്നത്. അങ്ങനെ വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ മുന്നിൽ കണ്ട ഒരു മൈൽ സ്റ്റോൺ, നാഴികക്കല്ല്,
ആ നാഴികക്കല്ലുമ്മല് അടയാളം ദൂരം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇയാൾ വായിച്ചു. ജഹന്നം 70 കിലോമീറ്റർ. ഉറക്കത്തിൽ ആ മനുഷ്യൻ കാണാണ്. കുറച്ചുകൂടി വണ്ടി മുന്നോട്ടെത്തിയപ്പോൾ വണ്ടിയിൽ മുമ്പ് കാണുന്ന കല്ലില് ഇയാൾ വായിച്ചു ജഹന്നം 65 കിലോമീറ്റർ. ഞെട്ടിയാൾ ഉണർന്നിട്ട് ബേജാറായി വാ പൊളിച്ചിട്ട്. അപ്പോൾ ജഹന്നം ഒന്നുമല്ല, നമ്മൾ സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ തന്നെയാണ്. പിന്നെ അദ്ദേഹം മുന്നിൽ കണ്ടു, എഴുതി വെച്ചിരിക്കുന്നു. നോക്കിയപ്പോ ആ കണ്ട അതേ നമ്പർ 70, 65 തന്നെയാണ് അയാൾ കാണുന്നത്. പേടിയായി. ജഹന്നമിൻ്റെക്ക് ആ മനുഷ്യൻ ഈ കൂടുള്ളവരോട് പറഞ്ഞു, ഞാൻ ഇറങ്ങുകയാണ്, ഞങ്ങളൊപ്പം പോരുന്നില്ല. വാശി പിടിച്ചു. അവർ പറഞ്ഞു, എന്തടാ നീ ഇത്ര മണ്ടനാ? അവസാനം അവരോട് പറഞ്ഞു, പൊന്നു സുഹൃത്തുക്കളെ, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ കണ്ടത് ജഹന്നമിനെയാണ്. ആ ദൂരമാണ് മുന്നിൽ എഴുതി കാണിച്ചത്. അത് എന്നെയാണ് അക്കുറുകെ എഴുതി വെച്ച പച്ചപ്പലകയിലുള്ളത്. എനിക്ക് വരാൻ ധൈര്യമല്ല, ഞാൻ വരൂല. കൂടെ ഉള്ളവർ പറഞ്ഞു, സ്വപ്നം കണ്ടിട്ട് പേടിച്ചോടുന്ന പേടിത്തൊണ്ടൻ, ഞങ്ങൾ തന്നെ ഇറക്കി വിടൂല. വാദിച്ചു, ഷഠിച്ചു, വാശി പിടിച്ചു. അവർ ചോദിച്ചു, നീ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് നിനക്കെങ്ങനെ തിരിച്ചു പോകാൻ കഴിയും? ഈ വിജനതയിൽ കൈ കാണിച്ച ആരെങ്കിലും നിർത്തുവോ? ഏതെങ്കിലും മസറയിൽ നിന്ന് ചാടിപ്പോന്ന ഒരുത്തൻ, ഏതെങ്കിലും ഒരു തടവ് പുള്ളി ആ രൂപത്തിൽ തന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി പെരുമാറും. ഏതെങ്കിലും ബദവി നിന്നെ പിടിച്ചുകൊണ്ടുപോയിട്ട് കറി വെക്കും. വെറുതെ ഓരോന്ന് പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, അതൊക്കെ എനിക്ക് സമ്മതമാണ്, ഈ ജഹന്നമിലേക്ക് ഞാനില്ല, അതുകൊണ്ട് ഇറങ്ങണം. നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഇവിടെ കാത്തിരുന്നാലും ഇപ്പോഴല്ലേ ഞാൻ പോരൂല. ആ മനുഷ്യൻ അത് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി ഊരിച്ചാടി അയാൾ ഇറങ്ങി. ആ മനുഷ്യൻ അങ്ങനെ ഇറങ്ങിയിടത്തവിടെ കുറേ നിന്നു. ഒരു വണ്ടി നിർത്തൂല. 160 സ്പീഡിൽ വരുന്ന വണ്ടി. അടുത്തൊരുത്തൻ കൈ കാണിച്ചാൽ തന്നെ നിർത്തുവാൻ ഡ്രൈവർക്ക് കഴിയൂല. അങ്ങനെ കാത്തിരുന്നു മുഷിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ ആൾ ഒരു പഴയ വണ്ടിയുമായിട്ട് ഓടിച്ചു വരുന്നുണ്ട്. ഇയാൾ കൈ കാണിച്ചു. അയാൾ നിർത്തി. എന്നിട്ട് കണ്ടി കയറ്റി. നീ എവിടേക്കാ പോണെന്ന് ചോദിച്ചു. ആ മനുഷ്യനോട് എന്തൊക്കെയോ മുക്കിയും മൂളിയും ഇയാൾ കുറേ ഒപ്പിച്ചു. പക്ഷേ പ്രായമുള്ള മനുഷ്യന്മാർ അവർക്കൊന്ന് ചോദിച്ചാൽ ഒരു വിടൂല, ഒരു ചൊറിഞ്ഞു കൂടും. ആ തന്തൻ്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് ഉള്ള പോലെ പറഞ്ഞു, സുഖിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, കീശ നിറയെ കാഷാണ്, ബഹ്റൈനിലേക്ക് പോവാണ്, അവിടെ 3 ദിവസം അടിച്ചു പൊളിച്ചിട്ടുള്ള പരിപാടി, പലതവണ പോയതും സുഖിച്ചതും. സുഹൃത്തുക്കൾക്കൊപ്പം ഇപ്പോൾ ഇറങ്ങി തിരിച്ചയിടത്ത് അബദ്ധത്തിലൊന്ന് കണ്ണടഞ്ഞുപോയി. ആ അടഞ്ഞ കണ്ണിൽ കണ്ടത് ജഹന്നമാണ്. അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്ന, ദൂരം കാണിച്ചു തരുന്ന വഴിയടയാളങ്ങളാണ്. പേടിച്ചതാണ്, ഞെട്ടിപ്പോയതാണ്. അതിൻ്റെ പങ്കപ്പാടിൽ സുഹൃത്തുക്കളോട് തർക്കിച്ച് ഇറങ്ങി നിന്നതാണ് വല്ലിപ്പാ. ആ വയസ്സനോട് ഇയാൾ കാര്യം പറഞ്ഞപ്പോൾ യാ സുബ്ഹാനല്ലാഹ്, ആ തന്ത ഈ കഥ കേട്ട് കുത്തിരിക്കുകയല്ല. അയാൾ വണ്ടി അവിടെ സൈഡാക്കി. ഈ മനുഷ്യനെ അയാൾ പൊത്തിപ്പിടിച്ചു, കെട്ടിപ്പിടിച്ചു, ഒരുപാട് നേരം കരഞ്ഞു. ഒടുവിലെ തന്ത പറഞ്ഞു, മോനെ ഞാൻ കരയണെന്തിനാണെന്നറിയോ? കുറച്ചപ്പുറം ഒരു വണ്ടി ഡിവൈഡറിൽ തട്ടി മറിഞ്ഞിട്ട് നിമിഷ നേരം കൊണ്ട് കത്തിയാളി 3 എണ്ണവും സ്പോട്ടിൽ പണി തീർന്നിട്ടുണ്ട്. അവിടെ ഷുർത്തയും ഹുക്കൂമയും പോലീസും ആംബുലൻസും ഇസാഫും സർക്കാർ സംവിധാനമൊക്കെ എത്തിയിട്ടുണ്ട്. വിവരങ്ങളെല്ലാം ഞാൻ അവിടുന്ന് മനസ്സിലാക്കി. 3 എണ്ണുണ്ട്, ഇന്ന സ്ഥലത്തുനിന്ന് പോന്നതാണ്. ആ 3 എണ്ണവും കത്തിയാളി ഭസ്മം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ കരിക്കട്ടകൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അവിടെ പോലീസ്. മോനെ, അക്കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നോ നീ?
മോനെ ആ കൂട്ടത്തിൽ പെട്ട ആളായിരുന്നു നീയല്ലേ, നിന്നെ പടച്ചോൻ കഴിച്ചിലാക്കിയതാണല്ലേ. ഏത് ഉമ്മൻ്റെ ദുആയാണ് മോനെ നിന്നെ രക്ഷപ്പെടുത്തിയത്, ഏതൊരു നല്ല നേരത്തിൻ്റെ അനുഗ്രഹമാണ് മോനെ നിന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് ആ തന്തയാണ് ഈ ചെറുപ്പക്കാരനെ ഈ പള്ളിയിൽ ഇറക്കി വിട്ടത്. ആ ചെറുപ്പക്കാരനാണ് നിങ്ങളെ മുമ്പിൽ ഇപ്പം റൂം കയറി കരയുന്നത്. ആ ചെറുപ്പക്കാരനോട് സമ്മതം വാങ്ങിയിട്ടാണ് ഞാൻ ഈ അനുഭവം നിങ്ങളോട് പറയുന്നത്.